നീ കുറച്ചു കഴിഞ്ഞല്ലേ മടങ്ങൂ? ഇമ്മാനുവൽ ചോദിച്ചു. ഇനിയൊരു മടക്കമില്ല മാനിച്ചായ. അതുകൊണ്ടല്ലേ വിവരങ്ങളെല്ലാം അറിഞ്ഞിട്ടും നാട്ടിലെത്താൻ 2 വർഷം താമസിച്ചത്. അവിടുത്തെ എല്ലാം സെറ്റിൽ ചെയ്തു. എനിക്ക് ആവശ്യത്തിനും കുറച്ചധികവും ഞാൻ എടുത്തു. അവിടുത്തെ കമ്പനിയും മറ്റും എൻ്റെ ഏറ്റവും വിശ്വസ്തനും നാട്ടിലെ പ്രിയ കൂട്ടുകാരനുമായ സജീവിന് പവർ ഓഫ് അറ്റോർണി എഴുതി കൊടുക്കുകയും ചെയ്തു. എന്ന് ഞാൻ തിരിച്ചു വന്നാലും അതെനിക്ക് മടക്കി തരണമെന്നും അതുവരെ അതിലെ ലാഭം സ്വന്തം എന്ന പോലെ ഉപയോഗിക്കാനും അനുവാദം കൊടുത്തു. അതവൻ എടുത്തോട്ടെ. ഇനിയൊരു മടക്കമില്ലെന്ന് ഞാൻ ഉറപ്പിച്ചു. ഇനി എന്താ നിന്റെ പ്ലാൻ? അച്ചുവിനെ കൊണ്ട് ഞാൻ ഏലവും കുരുമുളകും റബ്ബറും കൃഷി ചെയ്യുന്ന 5 ഏക്കർ ഭൂമി വാങ്ങിച്ചിട്ടിട്ടുണ്ട്. അതിലൊരു വീടും. നാളെ ഞാൻ അങ്ങോട്ട് മാറും. പിന്നെ അമ്മച്ചിയെയും ജൂലിയെയും ഞാൻ പോകുമ്പോൾ കൂടെ കൊണ്ടുപോകും. ഏട്ടൻ ഇവിടെ സാമും ഏട്ടത്തിയുമില്ലേ? ഞാനല്ലേ അവിടെ തനിച്ചാവുന്നേ. ഏട്ടൻ എതിരൊന്നും പറയരുത്. ഇല്ല, നിന്റെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യൂ. ഈ കൃഷിയൊക്കെ ഇപ്പോൾ ആരാ നോക്കുന്നത്? അതിന് അച്ചു ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട്. മോളെ കാണാൻ പോകുന്നുണ്ടോ നീ? കുറച്ചു നേരം ആലോചിച്ചിരുന്നതിന് ശേഷം ഇമ്മാനുവൽ ചോദിച്ചു. ഇല്ല, അവിടെ ചില പ്രശ്നങ്ങൾ നടക്കുകയാണ്. അച്ചു ദുബായിൽ നിന്നും ശനിയാഴ്ച വരുന്നേ ഉള്ളൂ. അവൻ അവിടെ പോയി കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമാക്കട്ടെ. അതിനുശേഷമാവാം. എന്നാ നീ കിടക്ക്. എനിക്ക് കുറെ മരുന്നൊക്കെ കയറ്റാനുണ്ട്. അതൊക്കെ ഒന്ന് കയറ്റട്ടെ. അയാൾ എഴുന്നേറ്റ് പോയപ്പോൾ ജോൺ വാതിലടച്ച് കുറ്റിയിട്ടു. പിന്നെ കിടക്കയിൽ നീണ്ടു നിവർന്ന് കിടന്നു. മോളെ കാണാൻ പോകുന്നില്ലെന്ന് പറഞ്ഞെങ്കിലും ഒരു വട്ടം അകലെ നിന്നെങ്കിലും അവളെ കാണണമെന്ന് ജോൺ ഉറപ്പിച്ചു. നേരം വിളക്കട്ടെ. അന്ന് വെള്ളിയാഴ്ച. ജോലികളെല്ലാം തീർത്ത് അച്ഛനുള്ള ഉച്ചഭക്ഷണം മേശപ്പുറത്ത് കൊണ്ട് മൂടി വെച്ചു അളക. അച്ഛാ, ഞാൻ ഇറങ്ങാണു. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കണം. മടി പിടിച്ചിരിക്കരുത്. ഒരുപാട് ഗുളികകൾ കഴിക്കാനുള്ളതാ. ഹരിപ്രസാദ് അവളെ തന്നെ നോക്കിയിരുന്നു. അച്ഛൻ തെറ്റു ചെയ്യുകയാണ് എന്ന ചിന്തയിൽ എൻ്റെ കുട്ടി പഴയതുപോലെ മിണ്ടുന്നുകൂടിയില്ല. അയാൾ വേദനയോടെ ഓർത്തു. മോളെ അല്ലി. തിരിഞ്ഞു നടക്കുകയായിരുന്ന അളക ആ വിളി കേട്ട് തിരിഞ്ഞു നിന്നു. ഇവിടെ വന്നിരിക്ക്. അവൾ അദ്ദേഹത്തിന്റെ അരികിൽ ചെന്നിരുന്നു. മോളെ, അച്ഛനെന്തോ മനസ്സിന് വല്ലാത്ത വെങ്ങൽ. ജീവിതം അവസാനിക്കാറായോ എന്നൊരു തോന്നൽ. ഈയിടെയായി സീതയെ അടിക്കടി സ്വപ്നം കാണുന്നു. എന്നും നിറഞ്ഞ സന്തോഷം കണ്ടിരുന്ന മുഖത്ത് ഇപ്പോൾ ഭയങ്കര സങ്കടമാണ്. എന്തേ എന്ന് ചോദിക്കുമ്പോൾ കരയുന്നു. അത് കാണുമ്പോൾ നെഞ്ചിൽ വല്ലാത്ത നീറ്റല്. മോളെ തനിച്ചാക്കി പോകേണ്ടി വരുമോ എന്ന ആദി ഒരു വശത്ത്, സീതയുടെ കണ്ണീര് മറുവശത്ത്. ഇതിന്റെ എല്ലാം ഇടയിൽ മോൾ അച്ഛനോട് കാണിക്കുന്ന അവഗണന, അത് അച്ഛന് തീരെ സഹിക്കാൻ കഴിയുന്നില്ല. അച്ഛൻ്റെ അല്ലിമോള് അച്ഛനിൽ നിന്നും അകലുകയാണോ? അങ്ങനെയൊരു തോന്നൽ. ഹരിപ്രസാദിന്റെ കവിളുകൾ പൊള്ളിച്ചുകൊണ്ട് കണ്ണിൽ നിന്നും നീർച്ചാലുകൾ ഒഴുകിയിറങ്ങി. അച്ഛാ, കരയല്ലേ. ഞാൻ അച്ഛനോട് പിണങ്ങാൻ എനിക്ക് പറ്റൂ അച്ഛാ. അച്ഛൻ എൻ്റെ എല്ലാമല്ലേ. ഞാൻ അച്ഛൻ്റെ അല്ലിക്കുട്ടിയല്ലേ. അച്ഛൻ വിഷമിക്കല്ലേ. എല്ലാം ശരിയാവും. നമ്മൾ ജീവിതത്തിൽ ആരോടും ദ്രോഹമൊന്നും ചെയ്തില്ലല്ലോ. അപ്പോൾ പിന്നെ ദൈവം നമ്മളെ പരീക്ഷിക്കില്ല അച്ഛാ. അളക അയാളുടെ തോളോട് ചാരിയിരുന്നു. അച്ഛൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് അവളെ വല്ലാതെ വിഷമിപ്പിച്ചു. മോളെ, അച്ഛന് ചില കാര്യങ്ങൾ മോളോട് പറയാനുണ്ട്. അത് പറയാതെ അച്ഛൻ ഈ ഭൂമിയിൽ നിന്നും പോയാൽ അച്ഛൻ്റെ ആത്മാവിന് ഒരിക്കലും മോക്ഷം ലഭിക്കില്ല. എന്താ അച്ഛാ? ഞാൻ അറിയാത്ത എന്ത് കാര്യാ എൻ്റെ അച്ഛനെ വേദനിപ്പിക്കുന്നേ? പറയാം. നാളെ രാത്രിയിൽ അച്ഛൻ മോളോട് കുറച്ച് സത്യങ്ങൾ പറയും. അത് കേട്ട് എൻ്റെ കുട്ടി വിഷമിക്കരുത്. സങ്കടം നിറഞ്ഞ വാക്കുകളാൽ അയാളത് പറയുമ്പോൾ എന്താണ് അതെന്നറിയാനുള്ള ജിജ്ഞാസ അവളിൽ നിറഞ്ഞു. എൻ്റെ കുഞ്ഞിൻ്റെ ഈ വീട്ടിലെ അവസാനത്തെ രാത്രിയാണ് നാളെ. അത് നമുക്ക് ആഘോഷിക്കണം. എന്നിട്ട് എനിക്ക് പറയണം എൻ്റെ ഉള്ളിലെ കുറേ വർഷങ്ങളായുള്ള വിങ്ങലുകൾ. അയാളുടെ മുഖത്തെ സങ്കടം കാണെ അവളുടെ ഉള്ളും വിങ്ങുന്നുണ്ടായിരുന്നു. ഈ ഒരവസ്ഥയിൽ അവൾ ഒരിക്കലും അച്ഛനെ കണ്ടിട്ടില്ല. അച്ഛാ, എന്താണ് അച്ഛൻ വർഷങ്ങളായി കൊണ്ടു നടക്കുന്ന വേദന? അത് പറയാൻ എന്തിനാ അച്ഛാ നാളെയാക്കുന്നേ? ഇപ്പോൾ പറഞ്ഞൂടെ എന്നോട്? മോൾക്ക് ഓഫീസിൽ പോകണ്ടേ? സമയം വൈകി. ചെല്ല്. എല്ലാം പറഞ്ഞ് എൻ്റെ കുഞ്ഞിനെ നല്ലൊരു കയ്യിൽ ഏൽപ്പിച്ച് സന്തോഷത്തോടെ സമാധാനത്തോടെ കണ്ണടയ്ക്കണം അച്ഛന്. അച്ഛൻ്റെ കുട്ടി ഇപ്പോൾ ഓഫീസിൽ പോയിക്കോ. ഇത്രയും വിഷമത്തോടെ അദ്ദേഹം പറയുന്നത് കേട്ട് അവൾക്കൊന്ന് ഓഫീസിൽ പോകാനേ തോന്നിയില്ല. എന്നാൽ പോകാതിരിക്കാനും കഴിയില്ലായിരുന്നു. ആയുഷ്കൃഷ്ണയും വേണവും ഇല്ലാത്തതിനാൽ അവൾക്ക് ലീവ് എടുക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഓഫീസിലെ തിരക്കിലേക്ക് മുങ്ങുമ്പോഴും അച്ഛനൊരു വേദനയായി അവളുടെ ഉള്ളിലുണ്ടായിരുന്നു. ഹരിപ്രസാദിന്റെ ഇത്രയും വേദന നിറഞ്ഞ ഒരു മുഖം അവൾ ജനിച്ച് ഇന്നോളം കണ്ടിട്ടില്ല. അമ്മ ഉണ്ടായിരുന്ന കാലം അവളുടെ ഓർമ്മയിലെത്തി. ഒത്തിരി സന്തോഷം നിറഞ്ഞ ആ നാളുകൾ ഓർക്കവേ അവളുടെ മിഴികൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. ഇനി ഒരിക്കലും മടങ്ങി വരാത്ത കാലം. തൻ്റെ ജീവിതത്തിൽ സ്വപ്നങ്ങൾക്ക് നിറം മങ്ങി തുടങ്ങിയത് അന്നാണ്. താനെന്ന ഡിഗ്രി സെക്കൻഡ് ഇയറിന് പഠിക്കുന്ന സമയം. അന്നത്തെ ദിവസം ലീവ് എടുക്കാൻ അമ്മ ഒരുപാട് നിർബന്ധിച്ചു. എനിക്കാണെങ്കിൽ അന്ന് സെമിനാർ ഉള്ളതിനാൽ ലീവ് എടുക്കാനും കഴിയില്ല. ചോറ്റാനിക്കര അമ്പലത്തിൽ ദർശനത്തിന് പോവാണ് അച്ഛനും അമ്മയും. പോകുമ്പോൾ ആദ്യം ഗുരുവായൂർ തൊഴുത് യാത്ര തുടങ്ങും.
വരുന്ന വഴി കൊടുങ്ങല്ലൂർ, തൃപ്രയാർ എല്ലാം തൊഴുതേ വീട്ടിലെത്തൂ. എനിക്ക് നല്ല ആഗ്രഹമുണ്ടായിരുന്നു പോകാൻ. നിവൃത്തിയില്ലാത്തതിനാൽ പുലർച്ചെ 4 മണിക്ക് അവർ പോകുന്നത് തെല്ലൊരു വിഷമത്തോടെ നോക്കി നിന്നു. അച്ഛൻ ഡ്രൈവ് ചെയ്യുന്ന കാറിൽ കോ ഡ്രൈവർ സീറ്റിൽ അമ്മ. എല്ലാം ഉണ്ടാക്കി വച്ചിട്ടുണ്ട്. നേരം വെളുത്ത് 7 മണി കഴിഞ്ഞ് എഴുന്നേറ്റാൽ മതി. ആര് വാതിലിൽ തട്ടിയാലും തുറക്കരുത്. ഭക്ഷണം കഴിച്ചിട്ടേ കോളേജിൽ പോകാവൂ. ഉച്ചയ്ക്കുള്ളത് കൊണ്ടുപോകാൻ മറക്കരുത്. എത്ര പറഞ്ഞിട്ടും മതിയാവുന്നില്ലായിരുന്നു അമ്മയ്ക്ക്. താനകത്ത് കയറി വാതിലടച്ചിട്ടേ അച്ഛൻ കാർ മുന്നോട്ടെടുത്തുള്ളൂ. അന്ന് ക്ലാസ്സിലിരിക്കുമ്പോൾ ഹൃദയത്തിന് വല്ലാത്തൊരു ഭാരം അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. വൈകുന്നേരം കോളേജ് വിട്ട് വീട്ടിലെത്തുമ്പോഴും അവർ തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നില്ല. 5 മണി കഴിഞ്ഞു, 6 മണി കഴിഞ്ഞു, 7 മണി കഴിഞ്ഞു. അച്ഛൻ്റെ ഫോണിലേക്ക് പലവട്ടം വിളിച്ചിട്ടും എടുക്കാതെയായപ്പോൾ നെഞ്ച് പെരുമ്പറ മുഴക്കാൻ തുടങ്ങി. ആർക്കോ എന്തോ സംഭവിച്ചിരിക്കുന്നു എന്ന് ആദ്യം എടുക്കുമ്പോൾ ഒന്നും പറ്റരുതേ എന്ന് മനസ്സ് വിലപിച്ചുകൊണ്ടിരുന്നു. അടച്ചിട്ട വാതിലിനകത്തു നിന്നും തുറന്നിട്ട ജാലകത്തിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ പടിപ്പുരയ്ക്ക് പുറത്ത് ആരുടെയൊക്കെയോ നിഴലനങ്ങുന്നത് കണ്ട് പേടിയോടെ ജനലടച്ച് കുറ്റിയിട്ടു. ഏതാണ്ട് 10 മണിയായപ്പോഴാണ് മുറ്റത്തൊരു വണ്ടി വന്നു നിൽക്കുന്നത് അറിഞ്ഞത്. അവരെത്തിയെന്ന സന്തോഷത്താൽ ഉമ്മറവാതിൽ തുറന്ന് പുറത്തേക്ക് വന്ന തന്നെ എതിരേറ്റത് മുറ്റത്ത് നിൽക്കുന്ന ആംബുലൻസാണ്. അതിൽ നിന്നും വെള്ള പുതുപ്പിച്ച ഒരു ശരീരം ആരൊക്കെയോ ചേർന്നിറക്കി അകത്തേക്ക് കൊണ്ടുവന്നു. അകത്ത് കിടത്തിയ ആ ശരീരത്തിന്റെ മുഖഭാഗം ആരോ തുറന്നു. അമ്മയുടെ ജീവനറ്റ ശരീരം. ഒന്നേ നോക്കിയുള്ളൂ. ബോധം മറഞ്ഞ് താൻ പിന്നിലേക്ക് മറിയുമ്പോൾ ആരൊക്കെയോ താങ്ങിയതറിഞ്ഞു. ഓർമ്മ വരുമ്പോൾ ആദ്യം അന്വേഷിച്ചത് അച്ഛനെയാണ്. ഇടിയുടെ ആഘാതത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ അച്ഛൻ ICUവിലാണെന്ന് അമ്മ ഈ ലോകത്തു നിന്നും പോയതറിയാതെ, ഓർമ്മയുടെ നൂൽപാലത്തിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നറിയാതെ. ആ ദിനങ്ങൾ താൻ എങ്ങനെയാണ് തള്ളി നീക്കിയത്? അമ്മ പോയി, അച്ഛനെയെങ്കിലും തനിക്ക് തന്നേക്കണേ എന്ന് എല്ലാ ദൈവങ്ങളെയും വിളിച്ച് കേണപേക്ഷിച്ചു. 5-6 ദിവസങ്ങൾക്ക് ശേഷം തന്റെ പ്രാർത്ഥനയ്ക്ക് ഫലം കണ്ടു. അച്ഛൻ മരുന്നുകളോട് സഹകരിച്ചുകൊണ്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. അമ്മ പോയി എന്ന വാർത്ത അച്ഛനെ ഉൾക്കൊള്ളാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. ഇനി എൻ്റെ അമ്മ എനിക്കായി വച്ചു വിളമ്പിത്തരില്ല. ധൃതിയിൽ കോളേജിലേക്ക് ഓടുമ്പോൾ പിന്നാലെ നടന്ന് ഭക്ഷണം വാരിത്തരാൻ അമ്മയുണ്ടാവില്ല. ഇടതൂർന്ന മുടി എത്ര തോർത്തിയാലും വെള്ളം തോരില്ലായിരുന്നു. അരികത്ത് പിടിച്ചിരുത്തി തല നന്നായി തോർത്തി തന്ന് നിറകയിൽ രാസ്നാദിപ്പൊടി തിരുമ്പി തരുമ്പോൾ അതിൽ തന്നോടുള്ള സ്നേഹവും കരുതലും ചാലിച്ചിരുന്നു അമ്മ. ആ സ്നേഹം, ആ സംരക്ഷണം, ആ തലോടൽ ഒന്നും ഇനി തനിക്കായില്ലെന്നോർക്കുമ്പോൾ നെഞ്ചിടം വിങ്ങിക്കഴച്ച് ഉറക്കം വരാതെ കിടന്നുരുണ്ട ദിനങ്ങൾ. അങ്ങനെ ഓർമ്മകൾ മനസ്സിൽ തീക്കനല്ലാളിക്കുമ്പോഴാണ് അളകയുടെ ഫോൺ റിങ് ചെയ്യുന്നത്. വേണുവേട്ടൻ കാളിങ്. എന്തേ വേണുവേട്ടാ? എന്താ അല്ലി, സ്വരത്തിനൊരു വ്യത്യാസം? നീ കരയുകയായിരുന്നു? ഇന്ന് അച്ഛൻ എന്നെ വല്ലാതെ വേദനിപ്പിച്ചു. അവൾ ഇന്ന് ഹരിപ്രസാദുമായുണ്ടായ കാലത്തെ സംഭാഷണം വേണുവിനെ അറിയിച്ചു. അതിന്റെ ബാക്കിയെന്നോണം അമ്മയുടെ മരണത്തിന്റെ ഓർമ്മകളും. വെറുതെ എന്തിനാ അല്ലി നീ ഓരോന്നും ചിന്തിച്ചു കൂട്ടുന്നത്? വിഷമങ്ങൾ പറയാൻ ഒരു അച്ഛനും അത് കേട്ട് കരയാൻ ഒരു മകളും. എന്നാലും അച്ഛന് എന്തായിരിക്കും എന്നോട് പറയാനുണ്ടാവുക? ഇത്രത്തോളം വേദനിച്ച് ഞാൻ എൻ്റെ അച്ഛനെ ഇതുവരെ കണ്ടിട്ടില്ല വേണുവേട്ടാ. ഞങ്ങൾ നാളെ ഉച്ചയ്ക്ക് നെടുമ്പാശ്ശേരിയിലെത്തും. എല്ലാത്തിനും വേണുവേട്ടൻ ഒരു വഴി കണ്ടിട്ടുണ്ട്. വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. എന്നാൽ ഫോൺ വെച്ചോ, നമുക്ക് നാളെ കാണാം. കാലത്ത് 10 മണിക്ക് തന്നെ ജോൺ സാമുവൽ അമ്മച്ചിയെയും ജൂലിയെയും കൂട്ടി യാത്ര തിരിച്ചു. കൂടെ ഇമ്മാനുവലും എൽസിയും സാമുമുണ്ട്. ഇന്നൊരു ദിവസം ജോണിന്റെ കൂടെ അവിടെ താമസിച്ച് നാളെ എൽസിയെയും സാമിനെയും കൂട്ടി തിരികെ പോരാനാണ് ഇമ്മാനുവലിന്റെ തീരുമാനം. പോരുമ്പോൾ അമ്മച്ചിയും ഇമ്മാനുവലിന്റെ കൂടെ തിരിച്ചു വരും. മാത്തുക്കുട്ടിച്ചായൻ തറവാട്ടിലേക്കല്ലാതെ വേറൊരു വീട്ടിലേക്കും തന്നെ തേടി വരില്ല എന്നാണ് കുഞ്ഞന്നമ്മ പറയുന്നത്. അമ്മച്ചിയുടെ തീരുമാനം അങ്ങനെയാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ എന്ന് ജോണും പറഞ്ഞു. കൊടുങ്ങല്ലൂരിൽ നിന്നും തൃശൂർ വന്നതിന് ശേഷമാണ് അവർ കൈപ്പറമ്പിലേക്ക് യാത്ര തുടങ്ങിയത്. കൈപ്പറമ്പിൽ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞ് ഉള്ളിലേക്ക് പോയാൽ പുത്തൂർ കഴിഞ്ഞ് പോന്നൂർ എന്ന സ്ഥലത്തെത്തും. അവിടെ നിന്നും എടകളത്തൂർ വഴി തിരിഞ്ഞ് 1 കിലോമീറ്റർ ഉള്ളിലേക്ക് പോയാൽ ഒരു കാർ പോകാൻ മാത്രം വീതിയുള്ള ചെമ്മൺ റോഡാണ്. ആ റോഡിന്റെ ഇരുവശവും ഏലവും കുരുമുളകും കൃഷിയാണ്. റബ്ബറും ഏലവും കുരുമുളകും അടക്കയുമൊക്കെ ഉള്ള ഒരു എസ്റ്റേറ്റ്. ആ പാതയിലൂടെ കുറച്ചുകൂടി ഉള്ളിലേക്ക് പോയി വലിയൊരു ബംഗ്ലാവിന്റെ മുറ്റത്ത് ജോൺ കാർ നിർത്തി. കാറിൽ നിന്നും ഇറങ്ങിയതും ജൂലി വീടിന് നേർക്കൊന്ന് സൂക്ഷിച്ചു നോക്കി. ജോണിച്ചായോ, ഇതെന്താ ഭാർഗവി നിലയം പോലെ ഉണ്ടല്ലോ? അതിന് നീ ഭാർഗവി നിലയം കണ്ടിട്ടുണ്ടോ? ജോൺ അവൾക്ക് നേരെ മറുചോദ്യം എറിഞ്ഞു. പിന്നെ അപ്പച്ചി പണ്ട് ഭാർഗവി നിലയത്തിലെ കുശിനിക്കാരിയായിരുന്നു. ചിരിച്ചുകൊണ്ട് സാം അവളെ കളിയാക്കി. കുശിനിക്കാരി നിന്റെ അപ്പൻ ഇമ്മാനുവൽ. ഇമ്മാനുവൽ ഒരാണല്ലയോ? പിന്നെങ്ങനാടി കൊച്ചേ കുശിനിക്കാരിയാവുന്നേ? കാരനല്ലേ കുശിനിക്കാരൻ? ഇമ്മാനുവൽ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ഹാ, ഇവന്റെ അപ്പനല്ലേ, അപ്പോ കാര്യം മതി. ജോൺ ഉറക്കെ ചിരിച്ചുപോയി. അല്ലേലും ഈ അപ്പച്ചി നാക്കെടുത്താൽ എൻ്റെ അപ്പനെ വിളിക്കൂ. ഒന്നുമില്ലേലും സ്വന്തം അപ്പനാവൻ പ്രായമുള്ള ആളല്ലേ, ആ ഒരു മാന്യത എങ്കിലും കൊടുക്കണ്ടേ? ആ, എനിക്ക് ഇച്ചിരി മാന്യത കുറവാ.
അപ്പോഴാണ് വീടിന്റെ പ്രധാന വാതിൽ തുറന്ന് ഒരു 60 വയസ്സിന് മേൽ പ്രായമുള്ള ഒരാൾ പുറത്തേക്ക് ഇറങ്ങി വന്നത്. വരൂ സാർ, അകത്തേക്ക് വരൂ. എന്താ അവിടെ തന്നെ നിൽക്കുന്നത്? അയാൾ അത് പറഞ്ഞതും സാം ജൂലിയുടെ കൈ പിടിച്ചു. വാടി അപ്പച്ചി എന്നും പറഞ്ഞ് അവളെയും കൊണ്ട് സാം അകത്തേക്ക് പോയി. ജോൺ സാമിന്റെയും ജൂലിയുടെയും പെരുമാറ്റം കണ്ട് സത്യത്തിൽ പകച്ചുപോയി. പിന്നിൽ നിന്ന എൽസി അവനെ ഒന്ന് തോണ്ടി. എന്ന അർത്ഥത്തിൽ ജോൺ പുരികമുയർത്തി നോക്കി. അല്ലേ ഏട്ടത്തി, ഇപ്പോ തന്നെ വഴക്കടിച്ച രണ്ടെണ്ണമല്ലേ കൈകോർത്ത് പിടിച്ച് അകത്തേക്ക് പാഞ്ഞത്? നീ അതൊന്നും കാര്യമാക്കണ്ട ജോണിക്കുട്ടി, അവളുടെ ഈ ദേഷ്യമാണ് ഞങ്ങൾക്ക് സന്തോഷം. ജോൺ മനസ്സിലാവാത്തതുപോലെ എൽസിയെ നോക്കി. 1 വർഷത്തോളം അടച്ചിട്ട മുറിക്കുള്ളിൽ പുറം ലോകവുമായി ഒരു ബന്ധവുമില്ലാതെ കഴിഞ്ഞു എൻ്റെ കുട്ടി. അച്ചായന്റെ പെങ്ങളാണെങ്കിലും ഞാൻ അവളെ വളർത്തിയത് എൻ്റെ മകളായിട്ടാ. അവളുടെ തകർച്ച ഞങ്ങൾക്ക് സഹിക്കാവുന്നതിനും അപ്പുറമായിരുന്നു. അവിടെ നിന്നും സാമാണ് അവളെ പുറത്തേക്ക് കൊണ്ടുവന്നത്. അതിനവൻ നന്നായി കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒടുക്കം അവൾക്കും മനസ്സിലായി വേദനകളെ മറയ്ക്കാൻ ഈ ദേഷ്യം ഒരാവരണമാണെന്ന്. ജോണിന്റെ മുഖത്ത് നിറം മങ്ങിയ ഒരു ചിരി വിടർന്നു. അല്ല, നിങ്ങളെ അകത്തേക്ക് ആനയിക്കാൻ ആലവട്ടവും വെൺചാമരവും കൊണ്ടുവരണോ? അകത്തുനിന്നും പുറത്തേക്ക് വന്ന ജൂലി ദേഷ്യത്തോടെ ചോദിച്ചത് കേട്ട് എല്ലാവരും ഒരു ചിരിയോടെ അകത്തേക്ക് കയറി. എൽസി കുഞ്ഞന്നാമ്മയെ ചേർത്ത് പിടിച്ചിരുന്നു. ജൂലിക്ക് ആ വീടും പരിസരവും ഒത്തിരി ഇഷ്ടപ്പെട്ടു. അവളും സാമും കൂടി അവിടമെല്ലാം നടന്നു കണ്ടു. താഴെ തന്നെ 4 മുറിയുണ്ട്. പിന്നെ ഒരു സ്വീകരണ മുറിയും ഒരു ഡൈനിങ് ഹാളും. സാമാന്യം വലിയ കിച്ചനാണ്. എല്ലാ സൗകര്യങ്ങളും ഉണ്ടതിൽ. മുകളിൽ 3 മുറികളാണുള്ളത്. പിന്നെ വലിയൊരു ഹാളും. ഒരു റൂമിന് മനോഹരമായ ബാൽക്കണിയുണ്ട്. അവിടെ നിന്നും നോക്കിയാൽ കണ്ണത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന റബ്ബർ മരങ്ങളാണ്. ഏലക്കായുടെ സുഗന്ധം കാറ്റിലൂടെ നാസാരന്ധ്രങ്ങളിലേക്ക് അരിച്ചു കയറുമ്പോൾ സുഖമുള്ള ഒരു അനുഭൂതി ഉള്ളിൽ നിറയുന്നത് ജൂലി അറിഞ്ഞു. മനസ്സിൽ സന്തോഷം നിറയുന്നത് പോലെ. മുകളിൽ നിന്നും താഴേക്കിറങ്ങി സാം ജൂലിയെയും കൊണ്ട് റബ്ബർ തോട്ടത്തിലേക്ക് പോയി. റബ്ബർ തോട്ടത്തിന്റെ ഒരു അരികിലായി വിശാലമായ കുളം കണ്ട് ജൂലി സന്തോഷത്തോടെ അവിടേക്ക് ഓടി. 4 ഭാഗവും കരിങ്കല്ലിൽ കെട്ടി ഉയർത്തിയ നീല ജലാശയം. അതിന്റെ പടിക്കെട്ടുകളിൽ ആഹ്ലാദത്തോടെ ഇരുന്നു കൊണ്ട് ജൂലി സാമിനെയും അരികത്ത് പിടിച്ചിരുത്തി. ഇവിടെ സ്ഥിരം നിൽക്കാൻ തോന്നുന്നടി അപ്പച്ചി. എന്നും കാലത്തും വൈകുന്നേരവും ഈ കുളത്തിൽ ഇങ്ങനെ മുങ്ങാങ്കുഴിയിട്ട് എന്തു രസമായിരിക്കുമല്ലേ. നിനക്ക് 2 ദിവസം കഴിഞ്ഞു പോകാം. ജോലി പറഞ്ഞത് കേട്ട് അവനൊന്ന് ചിരിച്ചു. പറ്റത്തില്ലടി അപ്പച്ചി, നാളെ കോർട്ടിൽ പുതിയ കേസുള്ളതാ. അത് അറ്റൻഡ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. പിന്നെ വേറൊരു കേസും അറ്റൻഡ് ചെയ്യണമല്ലോ. അതേത് കേസ്? അത് എലിസബത്ത് എന്ന ലിസ പ്രണയ കേസ്. സാം വായ തുറന്നപടി ജോലിയെ നോക്കിയിരുന്നു. വായടക്കടാ ചേക്ക, ഇല്ലയിൽ വല്ല ഈച്ചയും അകത്ത് കയറും. എടിയപ്പച്ചി, നിനക്കിതെങ്ങനെ? അവൻ വാക്കുകൾ കിട്ടാതെ ബുദ്ധിമുട്ടി. അതൊക്കെ കണ്ടെത്തി. സമയവും സന്ദർഭവും ഒത്തുവന്നാ ഞാൻ എല്ലാവരുടെയും മുന്നിൽ ഇതങ്ങ് പൊട്ടിക്കും. അതും പറഞ്ഞ് ജോലി പടവിൽ നിന്നും എഴുന്നേറ്റു. എടിയപ്പച്ചി, നീ എന്നെ ചതിക്കല്ലേടി. സമയമാവുമ്പോ ഞാൻ തന്നെ വീട്ടിൽ പറഞ്ഞോളാം. അതൊക്കെ ബുദ്ധിമുട്ടല്ലേ? ആർക്ക്? നിനക്ക്. എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. നീ ആയിട്ട് ബുദ്ധിമുട്ട് തരാതിരുന്നാ മതി. കുളത്തിന്റെ പടവിൽ നിന്നും മുകളിലേക്ക് കയറുമ്പോഴാണ് തിടുക്കത്തിൽ തങ്ങൾക്ക് നേരെ വരുന്ന ഇമ്മാനുവലിനെ സാം കാണുന്നത്. എന്നതാപ്പാ? സാം വിളിച്ചു ചോദിച്ചു. നിങ്ങൾ രണ്ടും കൂടി എങ്ങോട്ടാ പോയത് സാം? പരിചയമില്ലാത്ത സ്ഥലം. മനുഷ്യൻ പേടിച്ചൊരു വഴിയായി. ഇമ്മാനുവലിന്റെ സ്വരത്തിൽ നല്ല പരിഭ്രാന്തി ഉണ്ടായിരുന്നു. ഞങ്ങൾ ആ കുളത്തിന്റെ പടവിൽ ഉണ്ടായിരുന്നു ഇച്ചായ. ഇങ്ങോട്ട് നടക്ക് രണ്ടും. ഉച്ച കഴിഞ്ഞ് 2 മണിക്ക് ശേഷം ആദ്യ 2 കവറുമായി അളകയുടെ വീട്ടിലെത്തി. ഒരു കവറിൽ ജ്വല്ലറി ബോക്സും അടുത്തത് ടെക്സ്റ്റൈൽ ഷോപ്പിലെ കവറും. രണ്ടും അവൻ ഹരിപ്രസാദിന്റെ കയ്യിൽ ഏൽപ്പിച്ചു. ഇതിൽ അത്യാവശ്യം കുറച്ച് ഗോൾഡ് ഉണ്ട്. ബാക്കി കല്യാണത്തിന് ശേഷം ഞാൻ വാങ്ങിക്കൊടുത്തോളാം. മറ്റേത് കല്യാണത്തിന്റെ അന്ന് ഉടുക്കാനുള്ള പുടവയാണ്. കവറുകൾ കയ്യിലേക്ക് ഏറ്റുവാങ്ങിയ ഹരിപ്രസാദ്. ശരി, എന്നാ മറ്റന്നാ അമ്പലത്തിൽ വെച്ച് കാണാം. ഹരിപ്രസാദ് അങ്ങനെ പറഞ്ഞതും ആദ്യ യാത്ര പറഞ്ഞിറങ്ങി. വൈകുന്നേരം അളക വന്നപ്പോൾ ഹരിപ്രസാദ് അതെല്ലാം അവളുടെ കയ്യിൽ എടുത്തു കൊടുത്തു. ഇതെല്ലാം മോൾ അലമാരയിലേക്ക് എടുത്തു വയ്ക്ക്. ഇതെന്താ അച്ഛാ? വക്കീലിന്റെ വീട്ടിൽ നിന്നും കൊടുത്തയച്ചതാ, മറ്റന്നാ മോക്കിടാനായി. അളക ഒന്നും പറയാതെ അത് വാങ്ങി അലമാരയിൽ വെച്ചു. എങ്ങനെയാണ് വേണുവേട്ടൻ മറ്റന്നാളത്തെ കല്യാണം മുടക്കാൻ പോകുന്നത് എന്നാണ് അളകയപ്പോൾ ചിന്തിച്ചത്. നാളെ വൈകുന്നേരമാണ് അവർ ദുബായിൽ നിന്നും എത്തുക. അതിനുശേഷം എന്ത് പ്ലാനാണ് വേണുവേട്ടന്റെ മനസ്സിൽ? അച്ഛന്റെ ഓരോ വാക്കും കേൾക്കുമ്പോൾ മനസ്സിന് വല്ലാത്ത വേദന. തനിക്ക് ആരോടും ഇതുവരെ പ്രണയം തോന്നിയിട്ടില്ല. അപ്പോൾ പിന്നെ അച്ഛൻ തീരുമാനിച്ച കല്യാണം നടന്നാലെന്താണെന്ന ചിന്ത ഇന്ന് കാലത്ത് മുതൽ തന്റെ മനസ്സിലുണ്ട്. വെറുതെ എന്തിനാ അച്ഛനെ വിഷമിപ്പിക്കുന്നത്? അന്ന് രാത്രിയിൽ ഭക്ഷണം കഴിച്ചു കിടക്കുമ്പോൾ അതുമാത്രമായിരുന്നു അവളുടെ മനസ്സിൽ. തനിക്ക് ദോഷം വരുന്നതൊന്നും തന്റെ അച്ഛൻ ചെയ്യില്ല എന്നൊരു ചിന്ത. പിറ്റേന്ന് കാലത്ത് എഴുന്നേറ്റ് അടുക്കളയിലേക്ക് നടക്കുമ്പോൾ അച്ഛന്റെ വിളി കേട്ട് അവൾ തിരിഞ്ഞു നിന്നു. എന്താ അച്ഛാ? ഇന്ന് ഉച്ചയ്ക്കുള്ള ചോറ് മാത്രം വച്ചാൽ മതി, രാത്രിയിലേക്ക് വയ്ക്കണ്ട. അതെന്താ അച്ഛാ? രാത്രിയിൽ എൻ്റെ അല്ലിമോക്ക് ഇഷ്ടമുള്ള മട്ടൻ ബിരിയാണി കഴിക്കാം. അച്ഛൻ ഓർഡർ ചെയ്യാം. സത്യത്തിൽ അവളുടെ കണ്ണ് നിറഞ്ഞുപോയി.
അച്ഛാ എന്ന് വിളിച്ച് അവൾ ആ തോളിലേക്ക് ചാഞ്ഞു. അച്ഛൻ്റെ അല്ലിമോള് ചെല്ല്. ഓരോ ജോലികൾ ചെയ്യുമ്പോഴും അവളുടെ ഉള്ളം എന്തിനെന്നറിയാതെ വെങ്ങുന്നുണ്ടായിരുന്നു. എല്ലാം ഒരുക്കി വെച്ച് അച്ഛനോട് യാത്ര പറഞ്ഞു അളക. നേരത്തെ വരാൻ പറ്റുമോ എന്ന് നോക്കണം മോള്. ഇന്ന് അച്ഛന് എൻ്റെ കുട്ടിയോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. സമ്മതം പറഞ്ഞുകൊണ്ട് അവൾ റൂമിന് പുറത്തേക്ക് ഇറങ്ങി. അവിടെ നിന്നുകൊണ്ട് അവൾ അച്ഛനെ ഒരിക്കൽ കൂടി തിരിഞ്ഞു നോക്കി. പുഞ്ചിരിച്ചുകൊണ്ട് അയാളും അവളെ നോക്കി. എന്തിനെന്നറിയാതെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. വീണ്ടും ഒരിക്കൽ കൂടി തിരിഞ്ഞു നോക്കണം എന്ന് തോന്നിയെങ്കിലും മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട് അവൾ മുന്നോട്ട് നടന്നു. വൈകുന്നേരം 3 മണി കഴിഞ്ഞു. ആയുഷ് കൃഷ്ണയും വേണുവും നെടുമ്പാശ്ശേരിയിലെത്തുമ്പോൾ പുറത്ത് പാർക്ക് ചെയ്ത കാറിൽ അവർ ഇരുവരും തൃശ്ശൂരിലേക്ക് തിരിച്ചു. ഓഫീസിൽ കയറിയിട്ടാണോ അല്ലിയുടെ വീട്ടിൽ പോകുന്നത്? വേണു ആയുഷിനോട് തിരക്കി. നമ്മളാദ്യം നന്ദയുടെ വീട്ടിലേക്കാണ് പോകുന്നത്, അതിനുശേഷം ഓഫീസിലേക്ക് പോകാം. എങ്കിൽ ഞാൻ അല്ലിയെ ഒന്ന് വിളിക്കട്ടെ? വേണു ഫോൺ എടുത്ത് അളകയുടെ ഫോണിലേക്ക് വിളിച്ചു. എന്നാൽ പലവട്ടം ഫുൾ റിങ് ചെയ്തിട്ടും അളക ഫോൺ എടുത്തില്ല. ഈ കുട്ടി ഇതെവിടെ പോയി കിടക്കുക? വേണു ദേഷ്യത്തോടെ പറഞ്ഞു. വേണുവിൻ്റെ ചെയ്തികൾ ഇടം കണ്ണുകൊണ്ട് നോക്കുന്നുണ്ടെങ്കിലും ആയുഷ് ഒന്നും പറഞ്ഞില്ല. വിളിച്ചിട്ട് കിട്ടാതെയായപ്പോൾ അയാൾ അളകയ്ക്ക് കുറേ മെസ്സേജ് ഇട്ടു. എന്നാൽ അവയൊന്നും ഡബിൾ ടിക്ക് കണ്ടില്ല. അതുകൊണ്ടും രക്ഷയില്ലെന്ന് കണ്ടപ്പോൾ വേണു ഫോൺ സീറ്റിലിട്ട് പിന്നിലേക്ക് ചാരിയിരുന്നു. 5 മണിയോടടുത്താണ് ആയുഷിന്റെ കാർ അളകയുടെ വീടിനടുത്ത് എത്തുന്നത്. എന്നാൽ അളകയുടെ വീടും പരിസരവും ജനസമുദ്രമായിരുന്നു. എന്തു പറ്റി എന്ന ടെൻഷനിലാണ് ആയുഷ് ഡോർ തുറന്ന് ചാടി ഇറങ്ങിയത്. എന്താ പറ്റിയത്? മുന്നിൽ കണ്ട ആളോട് ആയുഷ് ചോദിച്ചു. ഇവിടത്തെ ഹരിമാഷ് മരിച്ചു, ഹാർട്ട് അറ്റാക്ക് ആണെന്നാ പറയുന്നേ. ആ വാർത്ത കേട്ട് ആയുഷും വേണുവും ഒരുപോലെ സ്തംഭിച്ചു നിന്നു.